കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. മരിച്ചുപോയ ആത്മാക്കളുടെ ബലിതർപ്പണത്തിന് വേണ്ടി കാശിക്ക് തുല്യമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. കാടും മേടും താണ്ടിയാണ് അമ്പലത്തിലേക്ക് എത്തുക. കമ്പമല, കരിമല, വരട്ടികമലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട നീർതെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ആ മലകൾ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവും ഉണ്ടെന്ന് പറയപ്പെടും. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം. 30 കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ ആനയെയും പുലിയെയും ഒക്കെ പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവരാരും വന്നില്ല. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, കർക്കിടക വാവ് എന്നീ സമയങ്ങളിലാണ് ബലിയർപ്പണത്തിന് കൂടുതൽ ദിനങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തപ്പെടുന്നു. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുകയും ചെയ്യുന്നു. കാശിയിൽ പോയി ബലിയർപ്പണം നടത്തുന്നതിനേക്കാൾ ഉചിതമായി ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തുന്നതായി വിശ്വാസികൾ കരുതുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തി. കരിങ്കൽപ്പടികൾ കയറി വേണം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. കാടിനാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പാപനാശിനി ഗ്രാമം, പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ 2 ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. ജനങ്ങൾ മാനന്തവാടിക്കടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടുകയും മാനന്തവാടിയിലെ ചില കുടുംബങ്ങൾ തങ്ങളുടെ തായ്വഴികൾ ഈ ഗ്രാമങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ കിണറില്ല. പകരം ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചതാണെന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നും ഒന്നൊക്കെയാണ് ഐതിഹ്യം ഉള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും മലനിരകൾ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്നു. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാടുപിടിച്ച് നിൽക്കുന്നത് അവർ കണ്ടു. അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ തങ്ങളുടെ പൈതാഹങ്ങൾ അകറ്റി. അതിനുശേഷം ഒരു അശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റ് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അതിനാൽ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. കരിങ്കൽ പാത്തിയുടെ കഥ പറഞ്ഞാൽ ചിറക്കൽ രാജാവിന്റെ പത്നി വാരിക്കര നായനാർ കുടുംബത്തിലെ അംഗമായ വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിനെത്തുകയും ഭഗവത് ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളെന്ന് ഭഗവാന്റെ മുൻപിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് കൽഭിത്തികളാൽ കെട്ടി പൊക്കി ഒരു പൈപ്പ് കണക്ഷനിലൂടെ പാപനാശിനിയിൽ നിന്നുള്ള വെള്ളം ഇവിടെ എത്തിച്ചേരുന്നതായി നാം കാണുന്നത്. ഐതിഹ്യങ്ങൾ അടങ്ങിയ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ബൈ.